ഹലോ ബിഗ് ബോസ്. ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നു, ലൈവും കൊള്ളായിരുന്നു. അത്യാവശ്യം അടിയും വഴക്കും ഒക്കെ ആയിട്ട് നല്ലൊരു ലൈവ് എപ്പിസോഡും ആയിരുന്നു. ഇതിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ. ഒന്ന്, ഷാനവാസ് ഈ വസ്ത്രധാരണ നോമിനേഷൻ പറയാൻ പോയപ്പോൾ റീസൺ ആയിട്ട് എടുത്ത് പറഞ്ഞതാണ്. ഈ വസ്ത്രധാരണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. അവിടെ പോയിട്ട് അഭിപ്രായം പറയാൻ വേറൊരാൾക്ക് അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസ് എന്താണോ ഇടുന്നത് അത് ഷാനവാസിന്റെ ഇഷ്ടത്തിനാണ്, ബാക്കിയുള്ള ആൾക്കാരിടുന്ന അവരുടെ ഇഷ്ടത്തിനാണ്. ഇയാൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഇയാൾ കാണണ്ട, അയാളോട് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ? അതൊരു കംപ്ലൈന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോമിനേഷനിൽ പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അതൊരു ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലോട്ട് കടത്തി വിട്ടിട്ട് ഒരു സ്ട്രാറ്റജി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആയിരിക്കും മിക്കവാറും. പിന്നുള്ളത് രേണു സുധി. അല്ലറ തീപ്പൊരയൊക്കെ ഇട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ പറയാം, നന്നായിട്ട് കളിക്കുന്നുണ്ട്, ആക്റ്റീവാണ്, ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാ. പിന്നെ ഉള്ളത് അനീഷ്. അങ്ങേരെ എന്തുവാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങേരോട് ഒരു പ്രശ്നം വന്നു. ഇപ്പൊ ഷാനവാസിന്റെ തലവേദനയുടെ കാര്യം അതൊരു പ്രശ്നമായി. ഇങ്ങേരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ആ കാര്യത്തിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ ചോദിക്കുന്നതിന് മറുപടി ഇല്ല. അങ്ങേര് പറഞ്ഞത് തന്നെ ഒരു 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. ആ ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങേരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇല്ല 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 എന്ന് പറഞ്ഞ് അങ്ങേര് പോകുന്നു. ഒരു കാര്യം ഒരു 100 പ്രാവശ്യം അങ്ങേര് പറയും, ഒരാൾക്കാർ വന്ന് സംസാരിക്കും, അതിന് മറുപടി ഇല്ല, പ്രോപ്പറായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ല. പിന്നെ ഉള്ളത് പരദൂഷണ കമ്മിറ്റി. എല്ലായിടത്തും ലേഡീസ് ആണ് പരദൂഷണ കമ്മിറ്റി ആയിട്ട് പൊതുവേ കാണാറ്. ഇവിടെ ഇപ്പൊ ഇപ്രാവശ്യം ബോയ്സ് ആണ് പരദൂഷണ കമ്മിറ്റി ആയിട്ട് വന്നേക്കുന്നത്. കൊള്ളാം. പിന്നെ ഉള്ളത് എല്ലാ സീസണിലെയും പോലെ ഒരു ജെട്ടി കേസ് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്രാവശ്യം അതുണ്ടായിരുന്നു, പക്ഷെ അത് ഫസ്റ്റ് ഡേ തന്നെ ആയിപ്പോയി. ഇതിലൊന്നും കാര്യം അറിയാതെ വന്ന് ചാടിയ ഒരാളാണ് ഷാരിക. എവിടെന്നോ വന്ന് എവിടെന്നോ ചാടി എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി. സംഭവം എന്താ അവിടെ നടന്നത് ഒന്നും കക്ഷിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ എപ്പോഴാണെന്ന് തോന്നുന്നു മനസ്സിലായത്. എന്തായാലും കൊള്ളാം. ബാക്കി നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടാറ്റാ.